ഹലോ, എടാ നമ്മുടെ ജ്യോതിയാ, അവൻ താഴെ വന്നിട്ടുണ്ട്. അവനോട് കേറി വരാൻ പറ. ഇവിടെ കേറി പോരടവേ. ജ്യോതി കേറി വാടാ, ഇതാകെ വന്നിരിക്കുന്ന നോക്കി. സോണി പറഞ്ഞു വിടാ അവളെ. ഇതെന്തോ ഒരുമാതിരി പഴഞ്ച സിനിമയെ കാണുന്ന പോലെ ഒരു പെങ്കൊച്ചിനെ വിളിച്ച് മുറിക്കകത്ത് കയറ്റി. അവര് ചെയ്യാനുള്ളത് ചെയ്യട്ടെ, പറയാനുള്ളത് പറയട്ടെ, അവർക്ക് കഥ ചെയ്യാലോ. അങ്ങനെ വെറും ഒരു പെണ്ണല്ല അവൾ എനിക്ക്. ഒരിക്കൽ ഞാൻ ജീവന തുല്യം സ്നേഹിച്ച എന്റെ പെണ്ണാ. പക്ഷെ കേട്ടാൻ പറ്റിയില്ല. ആ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഇവൾ എന്നെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തു. നീ എന്തുവാടേ പറയുന്നത്? ഒരുത്തനെ കെട്ടി കൂടെ കഴിയുന്ന ഒരു പെണ്ണ് ഇനി അവൻ എത്ര വൃത്തികെട്ടവനാണെങ്കിലും മറ്റൊരുത്തൻ വിളിച്ചാൽ കൂടെ കയറി കിടക്കാൻ തയ്യാറാകാത്തത് കുറ്റമാണോ? അങ്ങനെ വെറും മറ്റൊരുത്തനല്ല അവക്ക് ഞാൻ. ആണോടി? അവള് പറയട്ടെ. സോണെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ. അന്നും ഇന്നും ആദ്യം ഈ കൊത്തിച്ച് മനസ്സിലാക്കിയിട്ടില്ല. സോണി നീ അത് പറയരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ ഇവളെ കെട്ടിയനെ. ഇനി നിന്റെ അപ്പനല്ല വേറെ ആരെതിർത്താലും. പണ്ട് നീ ഇവളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഇവളെ നിനക്ക് പലതും തന്നു. എന്നിട്ട് നിനക്ക് സൗകര്യമില്ലെന്നായപ്പോ നീ തന്നെ ഇവളെ വേണ്ടെന്ന് വെച്ചു. ഇനി നിനക്ക് ഇവളുടെ പുറത്ത് എന്ത് അവകാശമാണോ ഉള്ളത്? എടാ അവര് അവരുടെ പാട്ടിന് വിട്, നമ്മളായിട്ട് എന്തിനാ അതിൽ ഇടപെടണേ? ബേബിച്ച, കൂടെ കിടക്കുന്നത് പെണ്ണാണെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ. കുറഞ്ഞ പക്ഷം അവൾ എങ്ങനെ അവിടെ എത്തിയെന്നും കൂടെ അന്വേഷിക്കണം. നിങ്ങൾക്കും ഇല്ലേ ഊട്ടിയിലും ബാംഗ്ലൂരും പഠിക്കുന്ന ഓരോ മക്കള്? കൈ കാശുള്ള കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരൊന്നും മനസ്സ് വെച്ചാൽ അവളുമാരും ഇതുപോലെ ഏതെങ്കിലും ഹോട്ടൽ മുറി കയറിയിരിക്കും. സ്വന്തം മക്കളെ പറഞ്ഞപ്പോ തന്നെ കൊണ്ടുവല്ലോ. ഈ പെമ്പിള്ളാർക്ക് 25,000-നും 50,000-നും കയറി വന്ന് ഗുസ്തി കാണിക്കുന്നത് സൽമാൻ ഖാനെയും ഷാറൂഖ് ഖാനെയും കണ്ട് ആരാധന മുത്തിട്ടല്ല, ഗതികേട് കൊണ്ടാണോ? നാണോ ഇല്ലടോ ഇതും വെച്ചോണ്ട് ഇറങ്ങാൻ പെമ്പിള്ളാരെ പഠിപ്പിക്കാൻ? വാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എല്ലാവർക്കും ആദ്യം മുതലേ അറിയായിരുന്നു, നിങ്ങളുടെ ഹസ്ബൻഡ് ഉൾപ്പെടെ. അത് പറയാനാ അന്ന് ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല മെഹബൂബ്.